അൻഷാദ് എസിന്റെ കഥയ്ക്ക് നിഖിൽ കെ മേനോനും ഷാജി മാറാടും ചേർന്ന് തിരക്കഥയൊരുക്കി എം പത്മകുമാർ സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ ഉയർ തിയേറ്ററിൽ നിന്ന് കണ്ടു. ദേ കാറിൽ വന്ന് കയറിയിരിക്കുകയാണ്. ഉയരില് നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളായിട്ടുള്ള റോഷൻ മാത്യു, ബൈജു, ശ്രുതി, പിന്നെ തമിഴിലടക്കം നമുക്ക് പരിചിതമായിട്ടുള്ള എന്ന് വെച്ചാൽ വെബ് സീരീസുകളിലും ഹിന്ദി സിനിമയിലും ഒക്കെ കണ്ടിട്ടുള്ള, തമിഴ് സിനിമകളിൽ കണ്ടിട്ടുള്ള അങ്ങനെ ഒരു പിടി അടിപൊളി അഭിനേതാക്കളുമായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിന്റെ ട്രെയിലർ എനിക്ക് വളരെ ഇംപ്രസീവായി തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് തിയേറ്ററിലെ സിനിമയ്ക്ക് കയറുന്നത്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ അവർക്കൊരു നല്ല തീം ഉണ്ടായിരുന്നു. തീം ഇൻ ദ സെൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമുക്കൊക്കെ ഓൾറെഡി അറിയാവുന്നതാണ്, എങ്കിൽ പോലും നമ്മൾ മറന്നു പോകുന്ന നമ്മുടെ ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ മറ്റുള്ളവരുടെ ദുഃഖങ്ങളെക്കുറിച്ച് ആലോചിക്കുക, അല്ലെങ്കിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ണടച്ച് വിടാറാണ് പതിവ്. അപ്പം അങ്ങനെ നമ്മൾ കണ്ണടയ്ക്കുന്ന അല്ലെങ്കിൽ കണ്ണ് തുറന്നിരുന്നാൽ പോലും നമുക്ക് പെട്ടെന്നൊന്നും ചാടിക്കയറി ഒന്നും ചെയ്യാൻ പറ്റാത്ത വളരെ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയത്തിനെ അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം ഈ സിനിമ ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടി അവർ ചൂസ് ചെയ്തിട്ടുള്ള പാത്ത് ഒരു കേസ് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ട്രാക്കിൽ പോവുകയാണ്. അപ്പോൾ ഒരു മുഴുനീള സസ്പെൻസ് ത്രില്ലർ കേസ് അന്വേഷണ പരിപാടിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ കേസ് അന്വേഷണ ഭാഗമൊന്നും അത്രയും വർക്കായി തോന്നിയില്ല. കുറേം കൂടി ഡെപ്ത് വേണമായിരുന്നു. അതുപോലെ പോലീസുകാരുടെ ബ്രില്യൻസോ അങ്ങനെയൊന്നും നമ്മൾ അതിനകത്ത് കാര്യമായിട്ട് കാണുന്നില്ല. നിശ്ചയദാർഢ്യമുള്ള ഒരു പോലീസുകാരനെ നമ്മൾ കാണുന്നുണ്ട്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ഭയങ്കരമായിട്ട് ത്രില്ലിംഗ് ആയിട്ട് ട്വിസ്റ്റിംഗ് ആയി എന്തെങ്കിലുമൊക്കെ അവർ കണ്ടുപിടിക്കുന്നു, വേറൊരു പോലീസുകാരനെ പെട്ടെന്ന് ഒന്നും കണ്ടെത്താൻ പറ്റാത്തൊരു കാര്യം ഇയാൾ കണ്ടെത്തുന്നു എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ എലമെന്റ്സ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഒരു ഭാഗത്തോളവും എനിക്ക് ഭയങ്കര ഇംപ്രസീവായി ഒന്നും തന്നെ തോന്നിയിട്ടില്ല. പക്ഷെ അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവർ പറയുന്ന വിഷയം, ആ വിഷയം അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അതിലേക്ക് വന്നെത്താൻ പാകത്തിന് ഇങ്ങനെ ഒരു ട്രാക്ക് അവർ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് വെച്ചാൽ ഓക്കെ, വൺ ടൈം വാച്ചബിൾ, ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് ഒരു വൺ ടൈം വാച്ചബിൾ അനുഭവമാണ്. സിനിമ തുടങ്ങുന്നത് തന്നെ ഇങ്ങനത്തെ ഇൻവെസ്റ്റിഗേഷൻ സിനിമകളുടെയൊക്കെ ഏറ്റവും കോറായിട്ടുള്ള ആ ക്ലീഷ ഉണ്ടല്ലോ, അതായത് പോലീസുകാരനൊരു ട്രോമ ഉണ്ടാവും. ട്രോമയുള്ള പോലീസുകാരനെ അന്വേഷിക്കുമ്പോഴാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് ആ സിനിമയ്ക്കൊരു ആഴത്തിൽ എന്തെങ്കിലും ഫീൽ ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്ഥിരം പരിപാടിയുണ്ട്. ഹിറ്റായിട്ടുള്ളതും അല്ലാത്തതുമായ പോലീസ് കഥകളിലൊക്കെ കേസ് അന്വേഷിക്കുന്ന ആൾക്ക് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. ചിലപ്പോൾ ഡിവോഴ്സ്ഡ് ആയിരിക്കും, ഫാമിലി റിലേഷൻഷിപ്പ് ശരിയായിരിക്കില്ല, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് ഇതുവരെയും വിട്ടുപോയിട്ടില്ലാത്ത വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു മെമ്മറി ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. ആ പറയുന്ന എലമെന്റ് ഒക്കെ കാണിച്ച് തന്നെയാണ് തുടങ്ങുന്നതും. പിന്നീട് നമ്മൾ അങ്ങോട്ടേക്ക് സിനിമയിൽ കാണുന്ന പോലീസ് കേസ് അന്വേഷണം, അതുമായി ബന്ധപ്പെട്ടൊരു പ്രതി, ആക്ച്വലി എന്താണെന്നറിയോ, എനിക്ക് ഫീൽ ചെയ്തത് ഒരു കഴിവില്ലാത്ത കുറച്ച് പോലീസുകാർ, അല്ലെങ്കിൽ കുറച്ച് ചിന്തിക്കാൻ പറ്റാത്ത പോലീസുകാർ ഒരാൾ മുന്നിൽ വന്ന് നിന്ന് ഇങ്ങനെ പച്ചയ്ക്ക് പറയുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ലേ എന്ന് പോലീസുകാരോട് നമുക്ക് ചോദിക്കാൻ തോന്നുന്നത് പോലെ അങ്ങനെ നിഷ്കളങ്കരായിട്ടുള്ള പോലീസുകാർ. അപ്പോൾ ആ പോലീസുകാർ നിഷ്കളങ്കമായി പല കാര്യങ്ങളും ചെയ്യുന്നു, പിന്നീട് അത് തെറ്റാണെന്ന് മനസ്സിലാവുന്നു, വീണ്ടും നമ്മൾ അതിൻ്റെ മറ്റൊരു പെർസ്പെക്റ്റീവ് കാണുന്നു. അങ്ങനെ പല പെർസ്പെക്റ്റീവുകൾ കാണിച്ചിട്ടാണ് സിനിമയുടെ ഒരു വലിയ പങ്ക് മുന്നോട്ട് പോകുന്നത്. അവിടെ നമുക്ക് ആസ് എ പ്രേക്ഷകൻ ഗ്രിപ്പിംഗ് ആയിട്ടൊന്നും അനുഭവപ്പെടില്ല. എനിക്ക് അനുഭവപ്പെട്ടില്ല. എന്താ പറയുക, സെക്കൻഡ് ഹാഫിൻ്റെ ഒരു പകുതി വരെ പാവങ്ങൾ എന്ന് നമുക്ക് പോലീസുകാരെ കുറിച്ച് ഫീൽ ചെയ്യും. പക്ഷെ അതിനുശേഷം ഈ പറയുന്ന ഒരു നിശ്ചയദാർഢ്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതൊരു മനുഷ്യൻ പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് അയാളോട് തോന്നുന്ന ഒരു റെസ്പെക്ട്, അയാളോടൊപ്പം സഞ്ചരിക്കാൻ തോന്നുന്ന ഒരു ആഗ്രഹം, അതാണ് പിന്നീട് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള റോഷൻ മാത്യുവിനോടൊപ്പം പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പോസിറ്റീവ് ഘടകങ്ങൾ പറയാനാണെങ്കിൽ തരക്കേടില്ലാത്ത വിഷ്വൽസ്, മ്യൂസിക് മണികണ്ഠൻ അയ്യപ്പയാണ് ചെയ്തിട്ടുള്ളത്. എനിക്കതിൽ ഈ സ്ഥിരമായിട്ട് നമ്മൾ ഇങ്ങനത്തെ സിനിമകളിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ വരുന്ന പാട്ടുകളിൽ നിന്ന് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തു. ലിറിക്സ് ഒക്കെ ആണെങ്കിലും ഭയങ്കര സിമ്പിൾ ലിറിക്സാണ്, അതായത് ചുമ്മാ പറയുന്നത് പോലത്തെ, അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഭയങ്കര അഗാധമായ ആഴങ്ങളിലേക്ക് പോവുക എന്ന് പറയുന്നതിനേക്കാൾ സിമ്പിളായിട്ട് പോകുന്നൊരു ലിറിക്സും അതിൻ്റെ മ്യൂസിക് പരിപാടികളൊക്കെ നന്നായിട്ട് തോന്നി. പക്ഷെ അതിൽ പാട്ടുകളിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണം ഈ പോലീസുകാരെ നടത്തുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് നീ മാത്രമേ ഉള്ളൂ ദൈവം എന്നുള്ള ആ ഒരു ട്രാക്ക് പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് ആ ട്രാക്ക് പോലീസുകാരനൊരു മുസ്ലിം ആയതുകൊണ്ടാണോ? ഈ പാട്ടിൻ്റെ അർത്ഥം നമ്മൾ നോക്കി പോകുമ്പോൾ ഇതൊന്നേ ഉള്ളൂ ദൈവം എന്ന് പറയുന്ന ഒരു ഏകദൈവ വിശ്വാസ ആ സാധനം ആണ് അതിൻ്റെ അകത്ത്. അതിന് ഈ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഇയാൾ മതപരമായിട്ടുള്ള യാതൊരു വിശ്വാസങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു പോലീസുകാരനാണ്. അവിടെ എന്തിനാണ് ആ ട്രാക്ക് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ ആ അന്വേഷണത്തിൻ്റെ ഒരു ചടുലത മ്യൂസിക് എന്നുള്ളൊരു രീതിയിൽ അതൊരു ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല. പക്ഷെ അങ്ങനെ ഒരു പാട്ടുണ്ട് അതിനകത്ത്, കേൾക്കാൻ സുഖമുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം അന്വേഷിച്ച് പോകുമ്പോൾ ഇറ്റ് ഫോക്കസസ് ഓൺലി റിലീജിയൻ, അങ്ങനെ ഒരു പാട്ട് എനിക്ക് തോന്നി. മൂന്നാമത്തെ പോസിറ്റീവ്, ഗംഭീര പെർഫോമൻസ് ആണ്. എന്ന് വെച്ചാൽ എല്ലാവരും, റോഷൻ മാത്യു ആണെങ്കിലും ബൈജു, വിനീത് തട്ടില്, പിന്നെ ഇതിനകത്ത് കുഞ്ഞു റോളൊക്കെ ചെയ്യുന്ന, ഇപ്പം മുംബൈയിലെ പോലീസുകാരിയായിട്ട് വരുന്നത് സയാമി ഖർ ആണ്, ആൻഡ് അതുല്യ ചന്ദ്ര, ഇതിനകത്ത് നമ്മുടെ
റോഷൻ്റെ വൈഫിൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അവരുടെ ആ ഫാമിലി ലൈഫ് കാണിച്ചിരിക്കുന്നത് ഭയങ്കര രസമായിട്ടാട്ടോ. എന്ന് വെച്ചാൽ ഈ പരസ്പര ബഹുമാനത്തോടുകൂടി ഒരു ജെൻഡർ റോൾ ഏറ്റെടുക്കുക എന്നുള്ളതിനേക്കാൾ നമ്മൾ പാർട്ട്നേഴ്സാണ്, നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു, നിനക്ക് നിൻ്റെ ലക്ഷ്യവും ജോലിയും എനിക്ക് എൻ്റെ ലക്ഷ്യവും ജോലിയും എന്നാൽ നമ്മൾ ഒരുമിച്ചാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, ആ റിലേഷൻഷിപ്പ് കാണിച്ചിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് ശ്രുതി മേനോനാണ്. അവർക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അത് ഈ സിനിമയിലും തുടരുന്നുണ്ട്. പിന്നെ തമിഴിൽ നിന്ന് കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്, അവരെല്ലാവരും അടിപൊളിയായിരുന്നു. ആൻഡ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്, അവർ ഈ ഒരു വിഷയത്തിനെ അവർ കൈകാര്യം ചെയ്തത്, ഞാൻ പറയുന്നത് ആ വിഷയത്തിലേക്ക് ഇവർ വരുന്നത് വളരെ വൈകിയാണ്. സിനിമ തീരാറാവുമ്പോൾ നമ്മൾ ഈ സ്കിറ്റിൻ്റെയൊക്കെ അവസാന മെസ്സേജ് പറയുന്ന പോലെ അങ്ങനെയാണ്. പക്ഷേ ആ പോർഷൻ അത് ഇമോഷണലി കണക്റ്റ് ആവുന്ന രീതിയിൽ എക്സലൻ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ആ സിറ്റുവേഷൻ എന്താണ്, പക്ഷെ അതിപ്പോൾ എങ്ങനെ പറയാം, സ്പോയിലർ ആവാതെ എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. 2 വ്യക്തികൾക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ്, പക്ഷെ അവിടെയുള്ള എല്ലാ വ്യക്തികളും അത് അർഹിക്കുന്നുണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെ അങ്ങനെ അത് എടുത്തു വെച്ചിട്ടുണ്ട്. അത്രയും ഇമോഷണലി എടുത്തു വെച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ഞാൻ പക്ഷേ റോഷനി എന്നൊരു ഡയലോഗ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന കേരള പോലീസിന്റെ നേട്ടം എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് അവിടെ വന്ന സമയത്ത് റോഷന്റെ ക്യാരക്ടർ ഒരു ഡയലോഗ്, കാര്യം അയാളുടെ ഉള്ളിലെ പെയിൻ ആ ഒരൊറ്റ കാര്യം കൊണ്ട് മാറില്ല, അല്ലെങ്കിൽ അയാൾക്ക് ആ എല്ലാ കണ്ണുകളിലും ആ പെയിൻ കാണാൻ പറ്റേണ്ടതാണ്. അങ്ങനെയാണ് ആ ക്യാരക്ടർ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം ഒരു ഡയലോഗ് റോഷൻ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഉണ്ടായിട്ടില്ല. പക്ഷെ അതൊരു നെഗറ്റീവ് അല്ല. ഇത്രയാണ് എനിക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തത്. നെഗറ്റീവ് ഫാക്ടേഴ്സിലേക്ക് വരുമ്പോൾ സിനിമയുടെ ഒരു ഏറ്റവും വലിയ ഭാഗം പോകുന്നതും ഈ കേസ് അന്വേഷണമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ആദ്യം മുതലേ നമുക്ക് അറിയാൻ പറ്റും, പ്രേക്ഷകന് അറിയാൻ പറ്റും, പക്ഷേ സിനിമയ്ക്കകത്തുള്ള പോലീസുകാർക്ക് ഒരു തേങ്ങയും മനസ്സിലായിട്ടില്ല എന്ന് പറയുന്ന പോലെ അങ്ങനെ പോകുന്നതായിട്ട് തോന്നി. അത്രയും ഭാഗം ഭയങ്കര എഴച്ചിൽ വലിച്ചിലൊന്നും അല്ല പറയുന്നത്, കുറച്ചുകൂടി ക്രിസ്പ് ആക്കാമായിരുന്നു, കുറച്ചും കൂടി ഒരു ഡിഫറെൻറ്റ് ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കതൊരു ഭയങ്കര ടേൺ ഓഫ് ഈവൻസ് എന്ന് പറയുന്ന പോലെ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്തേനെ. പക്ഷെ ഓവറോൾ ഇറ്റ്സ് എൻ ഓക്കെ പടം. ഫോർ ദ മെസ്സേജ് ഇത് അടിപൊളിയാണ്. ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഒരു ഇവന്റ് അല്ല, കുറേ ഇവൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു പല ഇവൻറ്റ്സിനെ അവർ ഒരു സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതായിരിക്കും. ആ ട്രൂ ഇവൻറ്റ്സിലേക്ക് അവർ ഫോക്കസ് ചെയ്യുമ്പോൾ പടം ഇവിടെ കൊള്ളുന്നുണ്ട്. അല്ലാത്ത സ്ഥലത്ത് അന്വേഷണം പരിപാടികൾ എനിക്കത് ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നിയില്ല. ഇനി ഒരു സ്പോയിലർ എലമെന്റും കൂടി ആഡ് ചെയ്യാനുണ്ട്. പക്ഷേ സ്പോയിലർ എന്ന് പറയുമ്പോഴും സിനിമ കാണുന്നതിന് മുമ്പേ നിങ്ങളിത് കേൾക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വളരെ ചെറിയ പ്രായത്തിൽ കാണാതായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ ഒരു പക്ഷേ വർഷങ്ങൾക്കിപ്പുറവും നിങ്ങൾ അവരെ അന്വേഷിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അവരെവിടെയെങ്കിലും സുഖമായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആശ്വസിച്ചിരിക്കുകയായിരിക്കും. അങ്ങനെ ഒരു വേദന ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് നിങ്ങളെ ഭയങ്കരമായിട്ട് ബാധിച്ചേക്കാം. എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ആരും കാണാതായിട്ടില്ല, എന്നിട്ട് പോലും എനിക്കത് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളോ ആണ് നിങ്ങളെങ്കിൽ ഒന്നുകൂടി ചിന്തിച്ചിട്ട് സിനിമ കാണാൻ പോകാമെന്നേ ഞാൻ പറയുള്ളൂ. ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ്. എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇത്രയും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓരോ സിനിമയും തിയേറ്ററിൽ കണ്ട് വിലയിരുത്തപ്പെടാൻ അർഹതയുള്ളതാണ്. അങ്ങനെ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.